ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് അതിനെന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഭയന്ന് വിറച്ച് ഓടുന്ന സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ട്. അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ബ്രാൻഡ് നെയിമിന് ഒബ്ജക്ഷൻ വന്നു, ഇനി എനിക്ക് ഈ ബ്രാൻഡ് നെയിം ഉപയോഗിക്കാൻ കഴിയത്തില്ലല്ലോ എന്നെല്ലാം വിചാരിക്കുന്നവരുണ്ട്. ഈ ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഭയപ്പെടേണ്ട വിഷയമൊന്നും അല്ല. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പലപ്പോഴും എക്സാമിനേഴ്സ് ഒബ്ജക്ഷൻ റേസ് ചെയ്യാം. അതൊരു നല്ലൊരു റിപ്ലൈ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് റിസോൾവ് ആയിട്ട് പോകും. അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് പേപ്പർ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം വെച്ചുകൊണ്ടായിരിക്കാം ചില ഒബ്ജക്ഷൻസ് ഒക്കെ വരുന്നത്. സ്റ്റാമ്പ് പേപ്പർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് റിസോൾവ് ആയിട്ട് പോകും. ഈ ഒബ്ജക്ഷൻ വന്നു എന്ന് വെച്ച് നിങ്ങൾക്ക് പിന്നീട് ഈ ബ്രാൻഡ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള അർത്ഥം വരുന്നില്ല. അതൊരു പ്രൊസീജിയർ മാത്രമാണ്. ഇത്തരത്തിൽ ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൃത്യസമയത്ത് അതിനുള്ള മറുപടി ഫയൽ ചെയ്യുക. ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഹിയറിങ്ങിന് വിടാം, ഹിയറിങ്ങിൽ അപ്പിയർ ചെയ്യാം. ഇതതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. അതിൽ വലിയ രീതിയിൽ ഭയപ്പെടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനി മറ്റൊരു തലവേദന, ഇത്തരത്തിൽ ഒബ്ജക്ഷൻ വന്നു, അതിനുള്ള റിപ്ലൈ നമ്മൾ ഫയൽ ചെയ്തു, പക്ഷെ വീണ്ടും സ്റ്റാറ്റസിൽ ഒബ്ജക്റ്റ് എന്ന് കാണിക്കുന്നു. എന്ത് ചെയ്യും? ഇതും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇത്തരത്തിൽ റിപ്ലൈ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അത് പരിഗണിക്കാനായിട്ട് കുറേ കാലതാമസം എടുക്കും, കുറച്ച് മാസങ്ങൾ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ അതുവരെ അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റഡ് എന്നായിരിക്കും, ഈവൺ അതിനുള്ള റിപ്ലൈ ഫയൽ ചെയ്ത് കഴിഞ്ഞാലും. അപ്പോൾ അതിൽ നിങ്ങൾ പരിഭ്രാന്തിപ്പെടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അതിനുള്ള റിപ്ലൈ നിങ്ങൾ ഫയൽ ചെയ്യുക. വളരെ പ്രൊഫഷണലായിട്ട് തന്നെ നിങ്ങൾ ട്രേഡ് മാർക്ക് ഏജൻറ്റ് അത് ഫയൽ ചെയ്യണം. ആൻഡ് ഈവൻ നിങ്ങൾ ആ ബിസിനസ് റണ്ണ് ചെയ്യുന്നില്ല, നിങ്ങൾ ആ ഒരു ബിസിനസ് തന്നെ ഡ്രോപ്പ് ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ട്രേഡ് നെയിം, ആ ഒരു ബ്രാൻഡ് നെയിം രജിസ്ട്രേഷൻ വാങ്ങിയെടുക്കാനായിട്ട് നോക്കുക. കാരണം അതൊരു അസറ്റാണ്, അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ അസറ്റ് നാളെ നല്ലൊരു എമൗണ്ടിന് മറ്റൊരാൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് ആ ബ്രാൻഡ് നെയിം കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ബ്രാൻഡ് നെയിം റെഫ്യൂസലായി പോയി, പക്ഷെ ഓൾറെഡി നിങ്ങൾ ആ ബിസിനസ് നല്ല രീതിയിൽ റണ്ണ് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യും? നിങ്ങളുടെ ഇത് നല്ലൊരു ബ്രാൻഡ് കൺസൾട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ, നല്ലൊരു ട്രേഡ് മാർക്ക് ഏജൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു പ്ലാൻ ബി കൂടി ഉണ്ടാവും. അതുകൊണ്ട് ഭയക്കണ്ട.